ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. വയനാട്ടിൽ മദ്യം നൽകി 16-കാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി 2 പേർ അറസ്റ്റിൽ. വയനാട്ടിൽ 16-കാരിയായ സ്കൂൾ വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായി 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യം നൽകി 2 പേർ ചേർന്നാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത്. ആദിവാസി പെൺകുട്ടിയാണ് പീഡനത്തിനിരയായത്. മാനന്തവാടി സ്വദേശികളായ ആഷിഖ്, ജയരാജ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് പോക്സോ പ്രകാരം കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്നാണ് പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം. പ്രതികളെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലിന് ശേഷമാണ് ബുധനാഴ്ച അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഡമാസ്കസിലെ സിറിയൻ സൈനികാസ്ഥാനം ആക്രമിച്ച ഇസ്രായേൽ. പ്രതിരോധ വകുപ്പിന്റെ കെട്ടിടങ്ങളും തകർന്നു. ഡമാസ്കസിലെ സിറിയൻ സൈനികാസ്ഥാനത്തിന് നേരെ ആക്രമണം നടത്തി ഇസ്രായേൽ. തെക്കൻ സിറിയയിലെ ദുറൂസി വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ആക്രമണം നടത്തിയെന്ന് ആരോപിച്ചാണ് ഇസ്രായേൽ ബുധനാഴ്ച വൈകുന്നേരം സിറിയൻ സൈനികാസ്ഥാനത്തിന് നേരെ ആക്രമണം നടത്തിയത്. സൈനിക ആസ്ഥാനത്തിന്റെ പ്രധാന കവാടമടക്കം ഷെല്ലാക്രമണത്തിൽ തകർന്നുവെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് IDF പറഞ്ഞു. കേന്ദ്രത്തിന്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ ശ്രദ്ധ നേടി വയനാടൻ കാപ്പി. കേന്ദ്രത്തിന്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം, 1 ഡിസ്ട്രിക്ട് 1 പ്രൊഡക്ട് പദ്ധതിയിൽ ശ്രദ്ധ നേടി വയനാടൻ കാപ്പി. ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ടാഗുള്ള വയനാട്ടിലെ റോബസ്റ്റ കാപ്പിക്കാണ് ODOPയിൽ പ്രത്യേക പരാമർശം ലഭിച്ചത്. വിവരം എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെ വയനാട് MPയായ പ്രിയങ്ക ഗാന്ധിയാണ് പുറത്തുവിട്ടത്. കേന്ദ്ര സർക്കാരിന്റെ ODOP പദ്ധതിയിൽ കാർഷിക വിഭാഗത്തിൽ വയനാടൻ കാപ്പിക്ക് പ്രത്യേക പരാമർശം ലഭിച്ചു. ഇത്തരത്തിൽ കേരളത്തിലെ ഒരു ഉൽപ്പന്നത്തിന് ലഭിക്കുന്ന ആദ്യത്തെ അംഗീകാരമാണിത്. പൊരിച്ചെടുക്കാൻ ചെലവ് കൂടും. അടുക്കള ബജറ്റിനെ താളം തെറ്റിച്ച വെളിച്ചെണ്ണ വില. വെളിച്ചെണ്ണ ഉപയോഗിച്ച് താളിക്കാത്ത മീൻകറിയും വറുത്ത മീനുമൊന്നും സങ്കല്പിക്കാനാകാത്തവരാണ് നമ്മൾ മലയാളികൾ. എന്നാൽ വെളിച്ചെണ്ണ വിലയിലെ വർധനവ് അടുക്കളയുടെ ബഡ്ജറ്റിനെ താളം തെറ്റിക്കുക മാത്രമല്ല, മറ്റ് എണ്ണകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുകൂടി ചിന്തിപ്പിക്കുകയാണ് മലയാളികളെ. ജനുവരി ആദ്യം ലിറ്ററിന് 200 രൂപ താഴെയായിരുന്നു വെളിച്ചെണ്ണ വില. മാർച്ച് അവസാനത്തോടെ ഇത് 300ലേക്ക് കടക്കുകയും പിന്നീട് വില കുത്തനെ ഉയർന്നുകൊണ്ടേയിരിക്കുകയുമാണ്. കാലാവസ്ഥാ വ്യതിയാനം കാരണം കേരളം, തമിഴ്നാട്, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ ഉൽപാദനം 20% വരെ കുറയുകയും കേരളത്തിലേക്കുള്ള നാളികേരത്തിന്റെ ഇറക്കുമതി കുറഞ്ഞതുമാണ് വെളിച്ചെണ്ണ വില കുതിച്ചുയരുവാൻ കാരണം. 6 മാസം മുൻപ് കിലോയ്ക്ക് 33 രൂപ വിലയുണ്ടായിരുന്ന തേങ്ങയ്ക്ക് ഇപ്പോൾ വില 100 രൂപയോട് അടുക്കുകയാണ്. വെളിച്ചെണ്ണ വില ഉയരുന്നുണ്ടെങ്കിലും ഭക്ഷണ സാധനങ്ങളുടെയും പലഹാരങ്ങളുടെയും വില വർദ്ധിപ്പിക്കാനാവാത്ത സ്ഥിതിയിലാണ് ഹോട്ടലുകാർ. കൊച്ചിയുടെ വിശപ്പടക്കുന്ന സമൃദ്ധി കൊച്ചിയടക്കം ഉയരുന്ന വെളിച്ചെണ്ണ വിലയിൽ പരുങ്ങലിലാണ്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. മകളെ കൊന്നു. മൃതദേഹത്തിനരികിൽ കാമുകനൊപ്പം ലൈംഗിക ബന്ധം. UPയിൽ അമ്മയുടെ കൊടും ക്രൂരത. ഉത്തർപ്രദേശിൽ 5 വയസ്സുകാരിയെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തി അമ്മയും കാമുകനും. റോഷ്നി, കാമുകൻ ഉദിത് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. റോഷ്നിയുടെ ഭർത്താവ് ഷാരൂഖിന്റെ മേൽ കുറ്റം കെട്ടിവെച്ച് രക്ഷപ്പെടാനായിരുന്നു ഇരുവരുടെയും ശ്രമം. റോഷ്നിയുടെയും ഷാരൂഖിന്റെയും മകൾ സൈനയാണ് കൊല്ലപ്പെട്ടത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച ജൂലൈ 13-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കുട്ടിയുടെ അച്ഛനായ ഷാരൂഖാണ് കൊലപാതകം നടത്തിയത് എന്നായിരുന്നു റോഷ്നി ആദ്യഘട്ടത്തിൽ ആരോപിച്ചിരുന്നത്. എന്നാൽ മൊഴികളിൽ സംശയം തോന്നിയ പോലീസ് പിന്നീട് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് റോഷ്നിയും ഉദിത്തും കുറ്റം സമ്മതിച്ചത്. കുഞ്ഞിന്റെ വായിൽ തൂവാല തിരികെ കയറ്റി ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നാണ് പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി. കേരള ഫിലിം പോളിസി കോൺക്ലേവ് ഓഗസ്റ്റ് 2-3 തീയതികളിൽ തിരുവനന്തപുരത്ത് ലോഗോ പ്രകാശനം ചെയ്തു. കേരള ഫിലിം പോളിസി കോൺക്ലേവ് ഓഗസ്റ്റ് 2-3 തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കും. കേരള നിയമസഭാ സമുച്ചയത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ച് നടത്തുന്ന കോൺക്ലേവിന്റെ ഉദ്ഘാടനം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. പരിപാടിയുടെ ലോഗോ സംസ്ഥാന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പ്രകാശനം ചെയ്തു. ഐക്യമാണ് ശക്തി എന്ന സന്ദേശത്തിന്റെ പ്രയോക്താവ്, മാന്യവും സൌമ്യവുമായ രാഷ്ട്രീയത്തിന്റെ മുഖം. കോൺഗ്രസ് തറവാട്ടിലെ കാരണവരാണ് CV പത്മരാജൻ വക്കീലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഐക്യമാണ് ശക്തി എന്ന സന്ദേശത്തിന്റെ
പ്രയോക്താവും മാന്യവും സൌമ്യവുമായ രാഷ്ട്രീയത്തിന്റെ മുഖവുമാണ് CV പത്മരാജൻ എന്ന് പ്രതിപക്ഷ നേതാവ് അനുശോചനക്കുറിപ്പിൽ പറഞ്ഞു. മരിച്ച് 3 വർഷങ്ങൾക്ക് ശേഷം ലോക പര്യടനം പ്രഖ്യാപിച്ച് മുസൈവാല. എന്താണ് സംഭവമെന്ന് ആരാധകർ. പഞ്ചാബി ഗായകനും കോൺഗ്രസ് നേതാവുമായ ശുഭ്ദീപ് സിംഗ് സിന്ധു മൂസേവാല അക്രമികളുടെ വെടിയേറ്റ് മരിച്ചത് ഏവരെയും ഞെട്ടിച്ചിരുന്നു. 2022 മെയ് മാസത്തിലായിരുന്നു സംഗീത ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ച സംഭവം. പക്ഷേ 3 വർഷം മുൻപ് മരിച്ച സിന്ധു മൂസേവാലയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൌണ്ടിൽ കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ട ഒരു അനൌൺസ്മെന്റ് വീഡിയോ ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. സിന്ധു മൂസേവാലയുടെ ലോക പര്യടനത്തെക്കുറിച്ചുള്ള പ്രഖ്യാപന വീഡിയോ ആയിരുന്നു ഇത്. 2026 എന്നാണ് വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്ന തലക്കെട്ട്. സൈൻ ടു ഗോഡ് എന്ന പേരിലായിരിക്കും പര്യടനം. ഇത്രയുമാണ് വീഡിയോയിലുള്ളത്. പക്ഷെ ഇതെങ്ങനെ നടക്കും എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.